ദൈവത്തിന് ആരോപിക്കണേ. അങ്ങനെയൊക്കെ ദൈവം ഭക്ഷണം കഴിക്കണേ, ദൈവം ഉറങ്ങണേ, ദൈവം അത് ചെയ്യണേ, ഇത് ചെയ്യണേ, ഒന്നും ദൈവം ആകണില്ല. മനസ്സിലായ? പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്താ പറഞ്ഞാൽ, ഈ കാര്യത്തിൽ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ പറയാൻ വിട്ടുപോയത് എന്താ പറഞ്ഞാൽ, ചില ദൈവം ഏകദൈവമേ ഉള്ളൂ, ഒരു ദൈവമേ ഉള്ളൂ. ഈ ഒരു ദൈവം വന്നിട്ട് ഇപ്പൊ നമ്മൾ സാധാരണ കേൾക്കണില്ലേ, ഈ ദൈവത്തിന് ആണുങ്ങളെ ഇഷ്ടമില്ല, ഈ ദൈവത്തിന് പെണ്ണുങ്ങളെ ഇഷ്ടമില്ല, ഈ ദൈവത്തിന് കുട്ടികളെ ഇഷ്ടമില്ല. ഇതൊന്നും ദൈവമല്ല. അത് സത്യത്തിൽ എല്ലാം ഒരേ ദൈവം സൃഷ്ടിക്കുമ്പോ എനിക്ക് ഇത് ഇഷ്ടമില്ല, എനിക്ക് അത് ഇഷ്ടമുണ്ടാൻ പറഞ്ഞിട്ട് നീ പറയോ? അല്ല, എല്ലാരും ഇഷ്ടപ്പെടുന്ന ദൈവം. സൃഷ്ടിക്കുക മാത്രമല്ല, എല്ലാത്തിനും ഇഷ്ടപ്പെടുന്ന ദൈവം. മനസ്സിലായി? ഒരു ദൈവമേ ഉള്ളൂ. അവൻ വന്ന് ഭക്ഷണമോ ഉറക്കമോ അവനക്ക് ആവശ്യമില്ല. പിന്നെ അവനക്ക് എന്താ പറഞ്ഞാൽ, അവന്റെ അച്ഛൻ ആരാണ്, അവനക്ക് അച്ഛൻ അമ്മ ആരാണ്, അവനക്ക് എത്ര മക്കളുണ്ട്, നമ്മൾ ചിന്തിച്ചു നോക്കാം. ചിന്തിക്കും നിങ്ങൾ, ഞാനും ചിന്തിക്കാം. എന്താ നമ്മളെ മനസ്സിലോടി വരുന്നത്? ദൈവത്തിന്റെ അച്ഛൻ അമ്മ ആരായിരിക്കും? അവനക്ക് എത്ര കുട്ടികളുണ്ടാവും? ഇപ്പോ ദൈവത്തിന് ഇപ്പൊ നമ്മൾക്ക് പല കാര്യങ്ങളും ഇങ്ങനെ നമ്മൾ കേട്ടും കണ്ടും അറിഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വരും. ദൈവത്തിന്റെ അച്ഛൻ ഇവരാണ്, അമ്മ ഇവരാണ്, മക്കൾ ഇവരാണ് എന്നൊക്കെ. പക്ഷെ ഞാൻ എന്താ പറഞ്ഞാൽ, ദൈവത്തിന് അച്ഛൻ അമ്മ ഉണ്ടെങ്കിൽ ദൈവത്തിനേക്കാളും മഹാശക്തരായിരിക്കും അവര്. മനസ്സിലായി? അപ്പൊ അവരാണ് ഏറ്റവും വലിയ ദൈവമായിരിക്കുള്ളൂ. ദൈവം ഒന്നിനും അവിടെ ഉണ്ടാവില്ല, അല്ലെ? അവർ മഹാദൈവങ്ങളായിട്ടുണ്ടാവും. അപ്പോ ദൈവത്തിന് അച്ഛൻ ഇല്ല, അമ്മ ഇല്ല. കാരണം അവരുണ്ടെങ്കിൽ അവരായിരിക്കും വലിയ ദൈവം, അല്ലെ? പിന്നെ മക്കൾ, ദൈവത്തിന് മക്കളുണ്ടെങ്കിൽ വെക്കാൻ മക്കളുണ്ടെങ്കിൽ എന്തായിരിക്കും ശരി? ഇപ്പോ നമ്മളെ ഒരു മക്കള്, നമ്മളെ മനുഷ്യന്മാരാണല്ലോ, നമ്മളെ മനുഷ്യന്മാരെ മക്കൾ പറഞ്ഞിട്ട് ഒരു എറുമ്പ് വരോ? നമ്മളെ മക്കൾ ഒരു എറുമ്പാണ് വരോ നമ്മൾക്ക്? അല്ല, മനുഷ്യന്മാരെ കുട്ടികൾ മനുഷ്യന്മാരായിരിക്കും, അല്ലെ? നമ്മൾ പ്രസവിച്ച് എറുമ്പിനെയാണ് പ്രസവിച്ചെന്ന് പറഞ്ഞ ഒരാളെ കാണിക്കാൻ പറ്റുമോ? പറ്റൂല. നേരെ മറിച്ച് മനുഷ്യന്മാർ പ്രസവിച്ചാൽ മനുഷ്യക്കുട്ടി വരും. അതുപോലെ ദൈവത്തിന് ഒരു മകനോ മകളോ ഉണ്ടെങ്കിൽ അവരും ദൈവങ്ങളാണ്. അങ്ങനെ ദൈവങ്ങളാണ് പറഞ്ഞാൽ ദൈവത്തിന്റെ എല്ലാ കഴിവുള്ള ആൾക്കാരായിരിക്കും, സ്വയം എല്ലാ കഴിവുള്ളായിരിക്കും. ദൈവത്തിന് മകനോ മകളോ ഉണ്ടെങ്കിൽ, അങ്ങനെ ദൈവം ഒരു മകനോ മകളോ ഉണ്ടാക്കുവാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അടുത്ത സെക്കൻഡിൽ ദൈവത്തിന്റെ സ്ഥാനം തിരിച്ചെന്ന് അർത്ഥം. കാരണം എന്താ പറഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ അടുത്ത് ഒന്ന് പറയണേ, അവരെന്ത് കാട്ടുമോ? ഈ മറ്റേ ദൈവത്തിന് മകനോ മകളോ ഉണ്ടെങ്കിൽ അവരെ മകനോ മകളോ ഉണ്ടാക്കും. അവർക്കൊരു കുട്ടിയും വേണമല്ലോ. അവരൊരു കുട്ടി, ആൺകുട്ടികളോ പെൺകുട്ടികളോ മകനോ മകളോ അവനുണ്ടാക്കാം. അപ്പൊ അവരും ദൈവങ്ങളായിരിക്കും. അങ്ങനെ ആകുമ്പോ ദൈവങ്ങളെ കൊണ്ട് പ്രപഞ്ചത്തിൽ തല്ലായിരിക്കും. കാരണം എന്താ പറഞ്ഞാൽ, ഇപ്പൊ നമ്മള് അച്ഛനമ്മ ഉണ്ട്, നമ്മളടുത്ത് എല്ലാവർക്കും അച്ഛനമ്മ ഉണ്ടാവല്ലോ. അവർ വന്ന് നമ്മളടുത്ത് പറയുന്നത്, നിങ്ങൾ എപ്പോഴും നമ്മൾക്ക് മക്കളായിരിക്കും, നിങ്ങൾക്ക് കുട്ടികൾ പാടില്ല പറഞ്ഞാൽ ഒരാൾ അംഗീകരിക്കാം? ഞാൻ അംഗീകരിക്കാം. ശരി, കുഴപ്പമില്ല, ഞാൻ എപ്പോഴും നിങ്ങൾക്ക് മക്കളായിരിക്കാം പറഞ്ഞ ഒരാൾ പറയുമോ? ഒരാളും പറയില്ല, അല്ലേ? അവരെന്താ പറയും, നിങ്ങൾക്ക് നമ്മള് മക്കൾ തന്നെയാണ്, പക്ഷെ നമ്മൾക്ക് മക്കൾ വേണം പറയും. അപ്പോ ഈ പ്രപഞ്ചത്തിൽ ദൈവം ഒരു മകനെയോ മകളെയോ ഉണ്ടാക്കിയാണെങ്കിൽ അവർ പിന്നെ അവരെ മക്കൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അവർക്ക് അവരെ മക്കൾ എല്ലാവരും ദൈവങ്ങളാണല്ലോ. ദൈവത്തിന്റെ മക്കള് ദൈവങ്ങളായിരിക്കില്ല. അപ്പൊ എന്തായിരിക്കും സ്ഥിതി? ഈ പ്രപഞ്ചം ഫുള്ളും ദൈവങ്ങളെ കൊണ്ട് തല്ലായിരിക്കും, ഇല്ല? ദൈവത്തിന്റെ സ്ഥാനം തന്നെ തിരിച്ചവിടെ, ദൈവത്തിന്റെ സ്ഥാനം തിരിച്ചു പോകും. അപ്പോ അങ്ങനെ ഒന്നുമില്ല. അച്ഛനും അമ്മയില്ല, മക്കളും ഇല്ല. അത് ഉണ്ടായി കഴിഞ്ഞെങ്കിൽ ഈ ദൈവത്തിന് ഒരു സ്ഥാനം ഇല്ലാണ്ടായി തോന്നും. മനസ്സിലായി? അപ്പൊ ഇനി അവനെ കുറിച്ച് നമ്മൾ അറിയേണ്ടത് എന്താ പറഞ്ഞാൽ, അവന്റെ രൂപം എന്തായിരിക്കും? നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾ ആലോചിക്കാം, 2 സെക്കൻഡ് ആലോചിക്കാം. അവന്റെ രൂപം എന്തായിരിക്കും? ഇപ്പോ നമ്മളെ മനസ്സിൽ പല സങ്കല്പങ്ങൾ നമ്മളിപ്പോ ഈ രൂപത്തിനെ കുറിച്ച്, അവനെ കുറിച്ച്, മഹാപ്രപഞ്ചത്തിന്റെ മഹാശക്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾക്ക് പല രൂപസങ്കല്പം നമ്മൾക്ക് വരും മനസ്സിൽ, അല്ലേ? ശരി, അപ്പൊ ഞാൻ എന്താണ് പറഞ്ഞത്, ഈ രൂപത്തിനടുത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം, ഇത് ദൈവത്തിന് സൂട്ടാകുവാൻ പറഞ്ഞിട്ട്. എന്നാ പറഞ്ഞാല്, ഇപ്പൊ നമ്മള് മനുഷ്യന്റെ രൂപം, സിംഹമുണ്ട്, പുലിയുണ്ട്, കരടികളുണ്ട്, എല്ലാം ഉണ്ട്, എലി, എല്ലാം പല്ലിയും അത് ഇതൊക്കെ ആയിട്ടുള്ള എല്ലാ രൂപങ്ങളുണ്ട്. നമ്മള് ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യാം, മനുഷ്യന്റെ രൂപം ദൈവത്തിന് കൊടുത്തു നോക്കാം. ദൈവത്തിന് എന്തായിരിക്കും?
ദൈവത്തിന്റെ സ്ഥിതി എന്തായിരിക്കും നമ്മൾ ആലോചിക്കാം. ഇപ്പോ നിങ്ങളുടെ പിന്നിൽ എന്താണ്? തിരിഞ്ഞു നോക്കണം അല്ലേ? തിരിഞ്ഞു നോക്കിയാലേ കാണുള്ളൂ. തിരിഞ്ഞു നോക്കാതെ വരെ നിങ്ങളെ പിന്നിൽ എന്താണ് നിങ്ങൾക്ക് അറിയില്ല. അറിയുന്നുണ്ടോ? ഇല്ല. പിന്നിൽ കാണണമെങ്കിൽ തിരിഞ്ഞു നോക്കണം. അപ്പൊ പിന്നില് നിങ്ങളെ മറിഞ്ഞ്, അതായത് നമ്മളെ മറിഞ്ഞ്, മനുഷ്യന്മാരെ മറിഞ്ഞിട്ട് എന്തും ചെയ്യാൻ പറ്റും അല്ലേ? ഒരു മനുഷ്യൻ നിൽക്കണമെന്ന് പിന്നിൽ നിന്ന് എന്ത് ചെയ്താലും നമ്മൾക്ക് അറിയില്ല. ഇതുപോലെ ദൈവമാണെങ്കിൽ, നമ്മളെ രൂപത്തിലാണ് ദൈവമാണെങ്കിൽ, ദൈവത്തിന്റെ പിന്നിലുള്ള ഭൂമികൾ, ആകാശങ്ങളൊക്കെ മറിഞ്ഞിരുന്നെങ്കിൽ അവനക്ക് അറിയോ? അതെല്ലാം ഓടി തകർന്നിട്ടുണ്ടാവില്ലേ? അവൻ അറിയാതെ കുറെ ആൾക്കാർ എന്താ പറയാ, മറഞ്ഞു നിൽക്കാൻ പറ്റൂലേ? രക്ഷപ്പെടാൻ പറ്റൂലേ? അപ്പൊ അങ്ങനൊന്നല്ല. ഈ രൂപത്തിൽ, മനുഷ്യന്റെ രൂപത്തിൽ കുറ്റമുണ്ട്. ദൈവം കുറ്റമറ്റവനാണ്. മനസ്സിലായി? നമ്മളെ പുറം നമ്മൾ കാണാൻ പറ്റുമോ? പുറം കണ്ട ആളുണ്ട് ഇറങ്ങി? ഡയറക്റ്റായിട്ട് കാണാൻ പറ്റൂല. നമ്മൾക്ക് പുറം കാണണമെങ്കിൽ പിന്നിൽ കണ്ണാടി വെച്ച് കാണണം അല്ലേ? ദൈവം ഇതുപോലെ നമ്മളെ രൂപത്തിലാണെങ്കിൽ, അവന്റെ പുറം കാണണമെങ്കിൽ അവനക്ക് വലിയൊരു കണ്ണാടി ഉണ്ടാക്കുന്നുണ്ട്. ഉണ്ടാക്കി പിന്നിൽ നിന്ന് നോക്കണം അവന്റെ പുറം അല്ലേ? അപ്പോ ഇതൊന്നും ദൈവത്തിന് സൂട്ടായതല്ല. മനുഷ്യൻ എന്ന സ്ഥിതിക്ക് നമ്മൾക്ക് പെർഫെക്റ്റായ രൂപമായത്, നമ്മൾക്ക് ഒരു കുറവില്ല. നമ്മൾ ജീവിച്ചു പോകാൻ ഈ രൂപം ഏറ്റവും ഭംഗിയാണ്. പക്ഷെ ദൈവത്തിന്, ആൾ പവർഫുൾ ആയ ദൈവത്തിന്, എല്ലാ കഴിവുള്ള ദൈവത്തിന്, എല്ലാം കാണുന്ന ദൈവത്തിന്, ഒരു സെക്കൻഡ് ആണ് ഒരു കണ്ണ് വെട്ടിട്ട് ഒരു എറുമ്പോ പല്ലിയോ അങ്ങോട്ട് പോണില്ല, ഒരു ചെറിയ പൊടിയും പോണില്ല എങ്കിൽ ആ മഹാശക്തനായ ദൈവത്തിന് പറ്റിയ രൂപമല്ല മനുഷ്യന്റെ രൂപം. ഇതിൽ കുറ്റമുണ്ട്. മനുഷ്യന്റെ രൂപത്തിൽ കുറ്റമുണ്ട്. അപ്പൊ ആരെങ്കിലും ഒരാൾ മനുഷ്യന്റെ രൂപത്തിൽ ദൈവമാണെന്ന് പറഞ്ഞാൽ അതിനെ കമ്പയർ ചെയ്ത് നോക്കിയാൽ നമ്മൾക്കറിയാം അത് ദൈവത്തിന് സൂട്ടായതല്ല. അതുപോലെ സിംഹത്തിന്റെ നമ്മൾ രൂപം എടുത്തു വെക്കാം. മൃഗങ്ങളുടെ ഏറ്റവും ഭയങ്കര ബലമുള്ളതാണല്ലോ സിംഹം. ഈ രൂപത്തിലാണ് ദൈവമെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ദൈവത്തിന് പുറം ചൊരിയാൻ പറ്റൂല. പുറം ചൊരിയണമെങ്കിൽ മരം വേണം. മരത്തിൽ പോയിട്ട് പുറം ചൊരിയാൻ പറ്റുള്ളൂ അല്ലേ? ആ രൂപം ദൈവം ചൊരിയണമെങ്കിൽ, ദൈവം പുറം ചൊരിഞ്ഞ് വലിയൊരു സാധനം ഉണ്ടാക്കി വെച്ച് പുറം ചൊരിയേണ്ടി വരും. അപ്പൊ അത് ദൈവത്തിന്റെ രൂപമാണോ? അത് ദൈവത്തിന് സൂട്ടായ രൂപമല്ല. മനസ്സിലായി? അങ്ങനെ, കാരണം അതിൽ കുറ്റമുണ്ട്. അങ്ങനെ എല്ലാ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും രൂപം എടുക്കാൻ നമ്മൾ ഏതൊക്കെ എടുത്താലും ശരി, എറുമ്പ്, പല്ലി, നമ്മൾ കണ്ടും കേട്ടും അറിഞ്ഞ എല്ലാ രൂപങ്ങളും കണ്ടും മനസ്സിലാക്കി എല്ലാ രൂപങ്ങളും എടുത്ത് വെച്ച് നോക്കിയാലും അതിലെല്ലാം കുറ്റം ഉണ്ടാവും. മനസ്സിലായി? അപ്പൊ അതൊന്നും ദൈവത്തിന് സൂട്ടാകുന്നില്ല അവിടെ. മനസ്സിലായി? അപ്പൊ ഈ രൂപങ്ങളിൽ ഒന്നും ദൈവമില്ലാണ് അർത്ഥം. ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ രൂപത്തിലും കുറ്റമുണ്ട്. ഇത് ഈ കുറ്റത്തിൽ നിന്ന് വിട്ട് ഈ കുറ്റമില്ലാത്ത ഒരു രൂപമാണ് ഈ പ്രപഞ്ചത്തിലുള്ള ഈ ദൈവത്തിനുള്ളത്. ദൈവത്തിന് രൂപമുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ ആ രൂപം നമ്മൾ കാണുന്ന ഒരു രൂപമല്ല. നമ്മൾ കാണുന്ന രൂപങ്ങളിലെല്ലാം കുറ്റമുണ്ട്. മനസ്സിലായി? ഈ കുറ്റമില്ലാതെ, എന്താ പറയാ, ഒരു തെറ്റും സംഭവിക്കാതെ മഹാശക്തനായ ദൈവത്തിന് പറ്റിയ ഒരു രൂപം പ്രപഞ്ചത്തിലില്ല. നമ്മൾ കാണുന്ന ഒരു വസ്തുക്കളും അവനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ് ഈ ദൈവം. മനസ്സിലായി? അപ്പൊ ദൈവം ഒന്നേ ഉള്ളൂ. അവനക്ക് ഭക്ഷണം ഉറക്കൊന്നുമില്ല, ആവശ്യമില്ല. അവന്റെ അച്ഛനും അമ്മയില്ല, മക്കളും ഇല്ല. ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഇതാണ്. പിന്നെ അവന്റെ രൂപം നമ്മൾ കാണുന്ന ഒന്നുമല്ല. ശരി, ഇത് ദൈവത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇനി ഞാൻ തന്നെ പറഞ്ഞാൽ നമ്മൾ എന്തിനാ ജീവിക്കുന്നത്? നമ്മളെന്തിനാ ദൈവം സൃഷ്ടിച്ചിരുന്നത്? നമ്മൾക്ക് അറിയണ്ടേ? വാട്ട് ഈസ് ലൈഫ്? വാട്ട് ഈസ് ലൈഫ്? വാട്ട് ഈസ് ലൈഫ് അറിയണ്ടേ നമ്മൾക്ക്? ശരി, എന്തിനാ ജീവിക്കുന്നത് നമ്മൾക്ക് അറിയണ്ടേ? നമ്മൾ ദൈവത്തിനെ മനസ്സിലാക്കി. നമ്മൾ എന്തിനാ ജീവിക്കുന്നത്? സോ വാട്ട് ഈസ് ലൈഫ് നമ്മൾ അറിയണ്ടേ? നമ്മൾക്ക് അറിയണ്ടേ? ചെറിയ കാലം നമ്മൾ ജീവിക്കുന്നത് അല്ലെ? എന്തിനാ ജീവിക്കുന്ന അറിയണ്ടേ നമ്മൾക്ക്? സോ വാട്ട് ഈസ് ലൈഫ് നമ്മൾ ചിന്തിക്കാം. 2 സെക്കൻഡ് ചിന്തിക്കാം. നമ്മൾ ഇതുവരെയും പഠിച്ചു അറിഞ്ഞ് മനസ്സിലാക്കിയതൊക്കെ നമ്മൾ മനസ്സിൽ ഓടിയിട്ട് നോക്കാം. വാട്ട് ഈസ് ലൈഫ്? എന്തിനാ നമ്മൾ ജീവിക്കുന്നത്? ചിന്തിച്ചു നോക്കാം. ഇപ്പോ സാധാരണ നമ്മൾ കേട്ട് മനസ്സിലാക്കിയതൊക്കെ എന്താ പറഞ്ഞാൽ, ഒരുപാട് പ്രസക്തമായ ആൾക്കാർ പറയാറുണ്ട്. എന്താ പറഞ്ഞാൽ, ജീവിതത്തിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെ? ഇനിയും പഠിച്ചിട്ടിരിക്കുന്നു. ഞാനൊരു കാര്യം പറയാം. എങ്ങനെ പറഞ്ഞാല്, പ്രപഞ്ചത്തിലല്ല പോകണ്ട. നമ്മളിപ്പോ ഭൂമിയിലെടുത്താൽ നമ്മൾ വന്നിട്ട് 13 ലക്ഷം ജീവജാലങ്ങളുണ്ട്. എറുമ്പ്, പല്ലി, ഇങ്ങനെ ഉള്ള ഒരുപാട് സാധനങ്ങൾ അല്ലേ? അതുപോലെ 3 ലക്ഷം ചെടികളുണ്ട്.
ഇതിനൊക്കെ ഒരു സവിശേഷമായ ഒരു കഴിവുണ്ട്. എന്താ പറഞ്ഞാല്, ഇപ്പൊ എറുമ്പിന് മറ്റേ കോയില്ലേ, കോയിന്റെ മുട്ട എടുത്തിട്ട് ഇൻക്യുബേറ്റർ എന്ന് പറഞ്ഞാൽ ചൂടാക്കുന്ന മെഷീനിൽ വെച്ചിട്ട് നമ്മൾ കോയിനെ ആക്കി എടുക്കുന്നു അല്ലേ. കോഴി ആക്കി ഇൻക്യുബേറ്ററിൽ വെച്ച് കഴിഞ്ഞ് കോഴി വന്നിട്ട് പുറത്തു വരുമ്പോ ആ കോഴി കുഞ്ഞില്ലേ, ആ കോഴി കുഞ്ഞിന് എന്ത് തിന്നണോ, എന്താ അതിന്റെ ഭാഷ, എന്തൊക്കെ തിന്നാൻ പാടില്ല, ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണ്ട. അതിന്റെ തള്ളയും തന്തയിലുള്ള കോഴികൾ ആവശ്യം ഉണ്ടായിരുന്നു? ഒരു ആവശ്യമില്ലാത്ത. ജനിച്ചു വരുമ്പോ തന്നെ അതിന് എന്താ ഭക്ഷണം കഴിക്കണോ, എന്തൊക്കെ തിന്നാൻ പാടില്ല, എന്താണ് അതിന്റെ ഭാഷ, എല്ലാം അറിയാം. അതേപോലെ ഇത് വേറെ ലോകത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്തിൽ ജനിക്കുന്ന കോഴിയാണ്ടായാലും ശരി, അതിനെ കൊണ്ട് നോക്കിയാലും അതും ഇതും ഒരേ ഭാഷ സംസാരിക്കും, ഒരേപോലെ ഭക്ഷണം കഴിക്കും, എല്ലാം ഒരേപോലെ ആയിരിക്കും അല്ലേ. എന്താ പറഞ്ഞാൽ ഈ കോഴീനല്ല, എല്ലാ ജീവജാലങ്ങളും ഇതേപോലെ തന്നെയാണ്. അവർക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും, അവർ ചെയ്യേണ്ട കാര്യങ്ങൾ, അവർ ജീവിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ തിന്നാൻ പാടില്ല, എന്തൊക്കെ തിന്നണം, അവർ ഭാഷ എന്താണ്, ഇതൊക്കെ ആരും അവർ സ്വന്തം പഠിക്കുന്നില്ല. അവർക്ക് ജന്മന അവരുടെ തലയിൽ ജനറ്റിക്കലായിട്ട് ദൈവം കോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, പതിവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്താ പറഞ്ഞാൽ അവർ സ്വന്തം കണ്ടെത്തിന് സമയമില്ല. അവർക്ക് ഒരു ദിവസം ജീവിക്കുന്ന ജീവികളുണ്ട്. ഈ ഒരു ദിവസത്തിനിടയിൽ അവർ സ്വന്തം ജീവിതത്തെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി അറിഞ്ഞ് അവരെന്തെങ്കിലും ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് എന്താ പറഞ്ഞാൽ ദൈവം വന്നിട്ട് അവരൊക്കെ എല്ലാ സാധനങ്ങളും, എല്ലാ ചെറിയ ചെറിയ സാധനങ്ങളാട്ടെ, എല്ലാ കോടി സാധനങ്ങളും, എന്താ പറയാ, ഈ മറ്റേ കാറ്റിലൊക്കെ കാണുന്ന ക്രിമികളൊക്കെ ഇല്ലേ, കോടികളുണ്ട്. എത്ര 3 കോടിയാണ് എന്തൊക്കെ പറയുന്നുണ്ട്, അറിയില്ലേ ആർക്കും. ഇത്രയും ജീവജാലങ്ങൾ എല്ലാത്തിനും അവൻ വന്ന് എന്താ അതിന്റെ പണി, എന്താ ഭക്ഷണം, എന്തൊക്കെ തിന്നാൻ പാടില്ല, എന്തൊക്കെ തിന്നണം, അതിന്റെ ഭാഷ എന്താണ്, ഇതിനുള്ള അതിന്റെ ജീവിതത്തിനുള്ള എല്ലാ മാർഗദർശനങ്ങളും ഫീഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, സേവ് ചെയ്തിരിക്കണം അവരുടെ തലയിൽ. അതുകൊണ്ട് അവർ ആരെ കണ്ട് ചോദിച്ചു പറയേണ്ട ആവശ്യമേ വരുന്നില്ല. ഇതിൽ നിന്ന് വ്യത്യസ്തത പറഞ്ഞാൽ മനുഷ്യൻ മാത്രമേ വ്യത്യസ്തം. എന്നെ പറഞ്ഞാൽ ഡോക്ടർ മകൻ ഡോക്ടറായിട്ട് ജനിക്കുന്നില്ല, എഞ്ചിനീയർ മകൻ എഞ്ചിനീയറായിട്ട് ജനിക്കുന്നില്ല അല്ല. ഒരു ഡോക്ടർ മകനെ ആയാലും അവനെ കൊണ്ട് കുരങ്ങിന്റെ അടുത്ത് വിട്ടാൽ എന്തായിരിക്കും, കുരങ്ങ് പോലെ വളർന്നു പോകും അല്ലെ. ഡോക്ടറായി വരൂല്ല, കുരങ്ങിന്റെ ഭാഷയും കാര്യങ്ങളും എല്ലാം ചെയ്യുള്ളൂ അല്ലെ. അപ്പോ പക്ഷെ മനുഷ്യനക്ക് ശക്തമായ തലച്ചോറ് കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ നമ്മളെ തലച്ചോറിൽ 200 കോടി വോള്യൂംസ് ഓഫ് ഇതില്ലേ എൻസൈക്ലോപീഡിയ പറഞ്ഞ ഗ്രന്ഥങ്ങൾ സേവ് ചെയ്യാൻ പറ്റും. 200 കോടി, 1-2 അല്ല, 200 കോടി സേവ് ചെയ്യാൻ പറ്റിയ കപ്പാസിറ്റി ഉണ്ടോ നമ്മളെ തലച്ചോറിൽ. ഇത്രയും ശക്തമായ തലച്ചോറ് കൊടുത്തിട്ടും ദൈവം മനുഷ്യനെ മാത്രം ഫീഡ് ചെയ്തിട്ടില്ല. ഇതന്നെ ചെയ്യണം പറഞ്ഞിട്ട്, ബാക്കിയെല്ലാം ഫീഡല്ല. ബാക്കി നമ്മുടെ ഭൂമിയിലും ആകാശത്തിലും കാണുന്ന സാധനങ്ങളൊക്കെ ദൈവം ഫീഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ മാറ്റമായിട്ട് അവരൊന്നും ചെയ്യുന്നില്ല. മനസ്സിലായ? അവരൊക്കെ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഈ ഭൂമിനെ, ഈ മറ്റേ ജീവജാലങ്ങളൊക്കെ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഈ ഭൂമിനെ റീഉൽപാദനം ചെയ്യും. നമ്മൾ എന്താ റീസൈക്കിൾ ചെയ്ത് നമ്മൾ ജീവിക്കാൻ സൗകര്യത്തിൽ പാകപ്പെടുത്തി തരാം. അവരുടെ പണി അത്രേ ഉള്ളൂ. അവരൊന്നും ടെസ്റ്റ് ചെയ്യുന്നില്ല ദൈവം. എന്താ പറഞ്ഞാൽ അവർ ഓരോരുത്തർക്കും ഓരോ പണിയുണ്ട്. എറുമ്പ് ചെയ്യുന്ന പണി എപ്പോഴും എറുമ്പ് ചെയ്യും, പള്ളി ചെയ്യുന്ന പണി എത്ര കാലമായാലും പള്ളി മുകളിൽ നിന്നിട്ട് നിങ്ങൾക്ക് തിന്നാൻ പിടിക്കാൻ നോക്കും. അതുപോലെ എറുമ്പുകൾ ചെയ്യുന്ന പണി അന്നും ഇന്നൊക്കെയല്ല ഒരേപോലെ. മനസ്സിലായോ? അപ്പൊ ഇവരെല്ലാരും ഈ പ്രപഞ്ചത്തിന്, അതായത് ഭൂമിനെ നമ്മൾക്ക് വേണ്ടി ജീവിക്കാനുള്ള പാകത്തില് ഓരോന്നിന്റെ മുകളിൽ ഓരോന്നായിട്ട് ജീവിച്ച് നമ്മൾക്ക് ജീവിക്കാൻ, സുഖമായിട്ട് ജീവിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ മനുഷ്യനായ നമ്മളെ മാത്രം ദൈവം ചേട്ടനെ ഫീഡ് ചെയ്തിട്ടില്ല, ഫ്രീ ആയിട്ട് വിട്ടിട്ടുണ്ട്. എങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ശക്തമായ തലച്ചോറ് കൊടുത്തിട്ടും ഒന്നും സേവ് ചെയ്യാതെ നിങ്ങൾ സ്വന്തം കണ്ടെത്തിക്കും. അങ്ങനെ പറയുന്ന രീതികൾ വിട്ടിട്ടുണ്ട്. മനുഷ്യൻ മാത്രമേ, അതുകൊണ്ട് എന്താ പറഞ്ഞാല് ഈ പ്രപഞ്ചത്തിൽ, ഈ ഭൂമിയിൽ ടെസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരൊറ്റ വസ്തു എന്താന്ന് പറഞ്ഞാൽ മനുഷ്യൻ മാത്രമേ ഉള്ളൂ. അവനെ മാത്രമേ ദൈവം പരീക്ഷിക്കുന്നുള്ളൂ, ബുദ്ധി കൊടുത്തിട്ട്. ബാക്കിയുള്ളവർക്കൊന്നും പരീക്ഷണമില്ല. ഇരുമ്പിനോ പല്ലിക്കോ ഒന്നും പരീക്ഷണമില്ല. മനുഷ്യർക്ക് മാത്രമേ പരീക്ഷണം. കാരണം എന്താ പറഞ്ഞ ബുദ്ധി കൊടുത്തത്. അപ്പൊ ജീവിതം പറഞ്ഞ എന്താ പരീക്ഷണം? ദൈവം നമ്മളെ പരീക്ഷിക്കുന്നു. വാട്ട് ഈസ് ലൈഫ് പറഞ്ഞാൽ ദൈവം നമ്മളെ പരീക്ഷിക്കുന്നു. എന്താ പരീക്ഷണം? എന്തായിരിക്കാം പരീക്ഷണം? ഇപ്പോ ലോകത്തിൽ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. ഒരാളെ കാണിക്കാൻ പറഞ്ഞ ഫുൾ ആൻഡ് ഫുൾ എല്ലാത്തിലും സംതൃപ്തനാൻ പറഞ്ഞ ഒരാളെ കാണിക്കാൻ പറ്റുമോ? ഒരാളെ കാണിക്കാൻ പറ്റുമോ? ഇല്ല, ഒരാളെയും കാണിക്കാൻ പറ്റില്ല. സാമ്പത്തികമുള്ളതുകൊണ്ട് നല്ല പൈസകൾ ഉണ്ടാവും, അവനിക്ക് നിമ്മതി ഉണ്ടാവില്ല, പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെ. അതുപോലെ പൈസയെ നല്ല ആരോഗ്യം ഉണ്ടാവും, പക്ഷെ അവനിക്ക് പൈസ ഉണ്ടാവില്ല. അങ്ങനെ ലോകത്തിലത്തെ എല്ലാവരും ഓരോരോ പ്രശ്നങ്ങളായിരിക്കും. രാജാവായിരിക്കും അവൻ, പക്ഷെ അവനക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും ജീവിതത്തിൽ.
അല്ലേ? അങ്ങനെ ലോകത്തിൽ സംതൃപ്തനാണ്, ഞാൻ ഫുൾ ആൻഡ് ഫുൾ സംതൃപ്തനാണ് എന്ന് പറയുന്ന ഒരാളുമില്ല. അപ്പൊ ദൈവം എന്താ ചെയ്യണം പറഞ്ഞാൽ എല്ലാരെയും ഓരോ രീതിയിൽ പരീക്ഷിക്കുമ്പോ നമ്മൾ സുക്കേട് കൊണ്ട് പരീക്ഷിക്കും, പൈസ കൊണ്ട് പരീക്ഷിക്കും, കുടുംബ ബന്ധങ്ങളെ കൊണ്ട് പരീക്ഷിക്കും, എല്ലാം കൊണ്ട് പരീക്ഷിക്കുമ്പോ നമ്മുടെ അടുത്ത് ദൈവം എന്താ ഉദ്ദേശിക്കുന്നത് അറിയണ്ടേ? നമ്മൾക്ക് ദൈവം നമ്മളെ പരീക്ഷിക്കുന്നത് കൺഫേമാണ്, അതിൽ സംശയമൊന്നുമില്ല. പരീക്ഷിക്കുമ്പോ നമ്മുടെ അടുത്ത് അവൻ എന്താ ഉദ്ദേശിക്കുന്നത്, എന്തായിരിക്കും നമ്മുടെ അടുത്ത് ഉദ്ദേശിക്കുക? അവിടെയാണ് നമ്മളെ ബുദ്ധി ഉപയോഗിക്കണം. എന്നെ പറഞ്ഞാല് ഇപ്പൊ നമ്മൾക്ക് ഒരു പൈസ ആവശ്യമുണ്ട്, 1 കോടി രൂപ ആവശ്യമുണ്ട്. ഇന്ന് 2012 വരുമ്പോ 1 കോടി വലിയ പൈസ ആണല്ലോ, അല്ലെ? 1 കോടി രൂപ നമ്മൾക്ക് ആവശ്യമുണ്ട്, ഭയങ്കര പ്രശ്നമാണ്. നമ്മള് മുന്നിൽ കാണുന്ന ഒരു പിച്ചക്കാരൻ, അവൻ എന്തെങ്കിലും തരണേൻ പറഞ്ഞിട്ട് പിച്ച ചോദിച്ചിട്ടിരിക്കുന്ന ഒരു പിച്ചക്കാരൻ, അവന്റെ അടുത്ത് പോയി നമ്മൾ 1 കോടി രൂപ വേണം ചോദിക്കോ? ഞാൻ ഭയങ്കര പ്രശ്നമാണ്, 1 കോടി രൂപ താൻ ചോദിക്കോ? ചോദിക്കൂല. കാരണം നമ്മളെ ബുദ്ധി പറയുന്നത് ചോദിച്ചിട്ട് കാര്യമില്ല എന്ന്. അവനക്കേ ഒരു നേരം ഭക്ഷണം കഴിക്കാൻ പറ്റാതിരിക്കുന്നവൻ 1 കോടി എവിടെ തരൂ? അപ്പൊ നമ്മൾ ചിന്തിക്കും അതൊന്നും പറ്റൂല അവനക്ക്. അപ്പൊ അവിടെ പോയി നമ്മൾ ചോദിക്കൂല. നമ്മൾ എവിടെ പോയി ചോദിക്കും? ആർക്കാ 1 കോടി രൂപ തരാൻ പറ്റുമോ അവരുടെ അടുത്ത് പോയി നമ്മൾ ചോദിക്കും, അല്ലെ? തരാൻ കഴിവുള്ള ആളുടെ പോയി നമ്മൾ ചോദിക്കും, ഇങ്ങനെ എനിക്ക് സഹായിക്കണേ അങ്ങനെയാണ്. അപ്പൊ അയാൾ നോക്കാണ് പറയും. അപ്പൊ നമ്മൾ ചോദിക്കണത് തന്നെ കിട്ടാനുള്ള സാധ്യതയുള്ള സ്ഥലത്തേ ചോദിക്കുള്ളൂ, അല്ലെ? ഇപ്പൊ ദൈവം നമ്മളെ പരീക്ഷിക്കുന്നു, എല്ലാം കൊണ്ട് നമ്മളെ പരീക്ഷിക്കുന്നു, അല്ലെ? ഓരോരുത്തരും ഓരോ രീതികൾ പരീക്ഷിക്കും, സുക്കേട് കൊണ്ടും അതുകൊണ്ടും ഇതുകൊണ്ടെല്ലാം പരീക്ഷിക്കുമ്പോ ഇതെല്ലാം എന്താ പറയാ റെക്ടിഫൈ ആകണമെങ്കിൽ, ഇതിലെല്ലാം മോചനം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളെ ബുദ്ധി ഉപയോഗിക്കണം. ബുദ്ധി ഉപയോഗിച്ചാൽ നമ്മൾ എന്ത് മനസ്സിലാക്കും? ഇപ്പൊ സാധാരണ നമ്മൾക്ക് കാണുന്ന ഓക്സിജൻ ആരാ തന്നത്? നമ്മൾ ശ്വസിക്കുന്നു ഓക്സിജൻ നമ്മൾ ഉണ്ടാക്കിയതാണോ? നമ്മളെ അച്ഛൻ അമ്മ ആരെങ്കിലും നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്വന്തം ഉണ്ടാക്കണം? ഇല്ല, എല്ലാം ഇവിടെ ഉണ്ട്. ആരാ തന്നത് ഓക്സിജന്? ഇപ്പൊ എന്താ പറയാ ആയുസിന് നിലനിർത്താനായിട്ട് ഓക്സിജൻ വേണമെങ്കിൽ ആരാ തന്നെ? നമ്മളെ ആരെങ്കിലും ഉണ്ടാക്കുന്നതില്ല, എല്ലാം ഇവിടെ സംവിധാനിച്ചോർത്തനുണ്ട്, കഴിവിന്റെ ഉടമസ്ഥൻ. അപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവന്റെ അടുത്തല്ല ചോദിക്കണം. നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്, ശ്വാസം മുട്ടുണ്ട് ഞാൻ പറഞ്ഞാൽ, ശ്വാസം മുട്ടുണ്ട് പറഞ്ഞാൽ ഡോക്ടറെ കാണണം, അത് വേറെ കാര്യം. പക്ഷെ ഞാൻ പറഞ്ഞാൽ വേറെ പറയാം, ശ്വാസം മുട്ടുണ്ട് പറഞ്ഞാൽ ഡോക്ടറെ കണ്ടാലും ഡോക്ടർ പറയും ഓരോരുത്തർ എന്താ പറഞ്ഞാൽ നമ്മൾ നോക്കാം, പക്ഷെ തീരുമാനം മുകളിൽ നിന്ന് വരണം അങ്ങനെ പറയാമല്ലോ. ആ തീരുമാനം, ആ ചോദ്യം, അതിലെ ആ ദൈവത്തിന്റെ ഉള്ള വിളി, ഇതാണ് ദൈവം നമ്മുടെ അടുത്ത് ഉദ്ദേശിക്കുന്നത്. എന്നെ പറഞ്ഞാൽ നമ്മളെ പരീക്ഷിക്കുമ്പോ നമ്മൾ ചോദിച്ചാലും തരാൻ കഴിവുള്ള ഒരേ ഒരുത്തനെ ഉള്ളൂ, തന്നവൻ ഒരുത്തനെ ഉള്ളൂ, ദൈവം മാത്രമേ ഉള്ളൂ. നമ്മൾക്ക് തന്നെയെല്ലാം. നമ്മളെ കണ്ണ് ആരാ തന്നത്? നമ്മളെ അച്ഛനമ്മ നമ്മൾക്ക് ഉണ്ടാക്കിയതാണ് കണ്ണ്, അല്ല. നമ്മളെ ശരീരം അതും ഇതും എല്ലാം നമ്മളെ ആരും ഉണ്ടാക്കിയിട്ടില്ല. നമ്മളെ അച്ഛനമ്മ നമ്മൾ നോക്കി നമ്മളെ കുട്ടികൾ ഉണ്ടാക്കിയാൽ നമ്മളെ ഡിസൈനിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും. നമ്മളെ ഡിസൈനിലാണ് വരുന്നത് അല്ല. അപ്പോ ദൈവം നമ്മൾക്ക് സംവിധാനിച്ചതാണ് എല്ലാം, അല്ല. തന്നത് ഫുൾ ഓൺ ഫുൾ, ഒന്നും ഒരു വസ്തുവും ദൈവമല്ലാതെ ഒന്നും തന്നിട്ടില്ല. ഇനി കിട്ടണമെങ്കിൽ ആരോട് ചോദിക്കണം? അവന്റെ അടുത്ത് തന്നെ ചോദിക്കണം. അവിടെ നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് നോക്കിയാൽ ശരിയാണ്, ഇത്രയും തന്നവൻ അവൻ തന്നെയാണ്, ഇനിയും തരാൻ കഴിവുള്ള അവൻ തന്നെയാണ്. അവന്റെ അടുത്ത് നമ്മൾ പരാതി പറയാ. ദൈവമേ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഒരു പ്രാർത്ഥന പറഞ്ഞത് പരാതി പറയാ. ദൈവമേ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എന്നെ നീ സഹായിക്കണേ. ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ ദൈവം. ആരൊക്കെ അവന്റെ ബുദ്ധി ഉപയോഗിച്ച് എല്ലാം ദൈവത്തിനെ കണ്ടെത്തി, എല്ലാ കാര്യങ്ങളും ദൈവമാണെന്ന് കണ്ടെത്തി, തന്നതെല്ലാം ദൈവമാണെന്ന് മനസ്സിലാക്കി ദൈവത്തിന്റെ അടുത്ത് വീണ്ടും ഒരു പരാതി പറയണോ, അവൻ ജീവിതത്തിൽ വിജയിച്ചു. നേരെ മറിച്ച് യാര് വന്നിട്ട് എല്ലാം തന്നെ ദൈവമാണല്ലോ, പിന്നെയും ഏതെങ്കിലും ഒരു വസ്തുക്കളെ പോയിട്ട് അല്ല വേറെ ഏതെങ്കിലും ഒരു ആൾക്കാരെ പോയിട്ട് ദൈവമേ എന്നെ സഹായിക്കണേ, നിങ്ങൾ തന്നെയാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ജീവിതം നഷ്ടത്തിലായി. അവൻ ഫെയിലായി, അവൻ ടെസ്റ്റിൽ ഫെയിലായി. അവന്റെ ബുദ്ധി കൊടുത്തതിൽ അർത്ഥമില്ല. കാരണം നമ്മൾ പിച്ചക്കാരൻ്റെ അടുത്ത് പോയി 1 കോടി രൂപ കടം ചോദിക്കുന്ന പോലായി. കഴിവില്ലാതെ ഒരാടുത്ത് പോയി നമ്മൾ ചോദിച്ചിട്ട് ദൈവത്തിന് പകരം കൽപ്പിക്കുക മാത്രമല്ല, നമ്മുടെ ജീവിതം അവിടെ ഫെയിലായി സത്യത്തിൽ. നേരെ മറിച്ച് ദൈവത്തിനടുത്ത് ചോദിച്ചാൽ അവൻ തീർച്ചയായിട്ടും തരാൻ കഴിവുള്ളവൻ, തന്നവനാണല്ലോ ഇതുവരെ, ഇനിയും തരാൻ കഴിവുള്ളവനോ. അവന്റെ തൃപ്തി നമ്മൾ വാങ്ങി, അവൻ ആ ടെസ്റ്റ് വെച്ച് നമ്മളെ എല്ലാം തന്നിട്ട് നമ്മളെ പരീക്ഷിക്കുമ്പോൾ അവനെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് ആ പരീക്ഷണത്തിൽ നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ വിടവാങ്ങും, അല്ലേ? ഏത് സെക്കൻഡിലും വിടവാങ്ങും. നമ്മളൊക്കെ ഇന്ന് കേട്ട് നമ്മൾ മീറ്റ് ചെയ്ത് ഇന്ന് വർത്തമാനം പറയുന്നത് കേൾക്കണ നമ്മളൊക്കെ ഉണ്ടല്ലോ, നാളെ ഉണ്ടാവും പറയാൻ പറ്റുമോ?
പറയാൻ പറ്റില്ല. 3 ലക്ഷം ആൾക്കാരാ പോകുന്ന ദിവസം. അവരാരും മരിക്കുന്നു വിചാരിച്ചിട്ടല്ല, പിടിച്ചു പോവുകയാണ്. ഇപ്പൊ ഞാൻ തന്നെ പറഞ്ഞാല് ഒരു 5 ആളിങ്ങനെ നമ്മളെ യാത്രയില്ല റോട്ടിൽ. ഇപ്പൊ ഇവർക്ക് ഉദാഹരണം, നമ്മൾ പോകുമ്പോ പെട്ടെന്ന് ഒരാളെ അവിടെ നിന്ന് കാണാൻ പോയി, നമ്മൾ നോക്കി ഇങ്ങനെ നിന്ന് പെട്ടെന്ന് നമ്മൾ പിന്നെ എന്താ നമ്മൾക്ക് സംഭവം, ബാക്കിയുള്ള ആൾക്കാർക്ക് 5 ആളിൽ ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ കാണാൻ പോയി, അപ്രത്യക്ഷമായി കാണാൻ മുന്നിൽ നിൽക്കെ പെട്ടെന്ന് കാണാൻ പോയി. എന്തായിരിക്കും സ്ഥിതി? പേടിച്ച് അറണ്ടു പോകും മറ്റാൾക്കാർ, എവിടെ എന്താന്ന് പറഞ്ഞിട്ട് അല്ലേ? അതുപോലെ ഇന്നലെ നമ്മളെ ഭൂമിന്റെ മുകളിൽ നമ്മളെ കൂടെ ചേർന്ന് നടന്ന 3 ലക്ഷം കാലുകൾ നമ്മളെ കൂടെ നടന്നിരുന്നു. 3 ലക്ഷം കാലുകൾ ഇന്നില്ല. അവർ ഭൂമിന്റെ അടിയിലെത്തിയവര് 3 ലക്ഷം കാലുകൾ ഭൂമിന്റെ അടിയിലെത്തിപ്പോയി. അവർ ഇഷ്ടപ്പെട്ടിട്ടില്ല. നമ്മൾ അവരെ കുറിച്ച് ആലോചിക്കുന്നില്ല, പേടിക്കുന്നില്ല. നമ്മളിങ്ങനെ ഒരു പോക്കിലാണ്. നമ്മളിങ്ങനെ എന്താ പറയാ, ഒഴുക്കിൽ എങ്ങനെ പോകാൻ പറയണത്, എല്ലാരും ഇങ്ങനെ ആഘോഷം പറയുമ്പോൾ നമ്മൾ ആഘോഷത്തിൽ ഇങ്ങനെ പോയിട്ടിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ആഘോഷമെന്ന് തെറ്റുമെന്ന് ഞാൻ പറയണില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണ്ടോ? മനസ്സിലാക്കാതെ ആഘോഷിച്ച കാര്യമുണ്ടോ? നമ്മൾ മനസ്സിലാക്കാണ്ട് പെട്ടെന്ന് ഒരു ദിവസം പോയി മരിച്ചു കഴിഞ്ഞ പിന്നെ വീണ്ടും തിരിച്ച് ഞാൻ പോയിട്ട് ഞാൻ ശരിയാക്കട്ടെ പറഞ്ഞാൽ വന്ന ഒരാളുണ്ട് അവിടെ. തെറ്റ് ഞാൻ ചെയ്ത് തെറ്റാണ് തിരിച്ചു വന്ന് ഞാൻ തിരുത്താനായിട്ട് വന്ന ഒരാളുണ്ടായില്ല. അതുകൊണ്ട് ഞാൻ തരം പറഞ്ഞാൽ